ഒരു പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു മാനവരാശിയെ വളരെയധികം സ്നേഹിക്കുന്നു. നമ്മൾക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളും ഭൂമിയിൽ നമുക്ക് കാണാൻ വയ്യാതിരിക്കുന്ന കാര്യങ്ങളും അല്ലെ, ഇപ്പോൾ ബാക്ടീരിയയും വൈറസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ആറ്റത്തിനെ പറ്റി അല്ലെ, ആറ്റത്തിന്റെ ഉള്ളിലുള്ള കണികകളെ പറ്റി, അത് എല്ലാം ഇനി സ്വർഗത്തിലുള്ള എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന യേശുക്രിസ്തുവാണ്. എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവന് വേണ്ടിയാണ്. അവനാണ് നമ്മളുടെ ജീവിതത്തിന്റെ പർപ്പസ് ഡിറ്റർമിൻ ചെയ്യുന്ന ആള് അല്ലെ. നമ്മള് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അവന് വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയണേ പദ്ധതി, ദൈവത്തിന്റെ പദ്ധതി എന്ന് വെച്ചാൽ യേശുവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക, യേശുവിന് വേണ്ടി ഒരു ജീവിതം നമ്മൾക്ക് തന്നിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം വിക്ടോറിയസ് ആയിരിക്കും അല്ലെ, ജയിച്ചവർ ആയിരിക്കും. അല്ലാതെ നമ്മൾ ഇങ്ങനെയാണ് വിചാരിക്കുന്നെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം വലുത്, ഞാൻ എന്താ പറയുക ലോകത്തിൽ വന്ന് ജനിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, എനിക്ക് തോന്നുന്ന പോലെ ഒരു ജീവൻ ജീവിക്കാനാണ്, അങ്ങനെ ഒരു വിചാരത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, അഹങ്കാരം നിറഞ്ഞിരിക്കുന്ന ഹൃദയമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ തോറ്റു പോവുക തന്നെ ചെയ്യും അല്ലെ. അങ്ങനെ നമ്മളെ തോൽപ്പിക്കണം എന്ന് ദൈവത്തിന് താല്പര്യമില്ല. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്, അവനിൽ ജയാളികളാകുന്നതിന് വേണ്ടിയാണ്. നമ്മൾ അവനിലാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ അല്ലെ. അവനിലാണ് നമ്മുടെ അനുഗ്രഹമുള്ളത്, അവനിലാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുള്ളത്. നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുക അല്ലെ. നമ്മളുടെ ജീവിതം അവന് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. അല്ല എങ്കിൽ അല്ലെ, ദൈവം നമ്മളെ മനസ്സിലാക്കിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അതിനൊപ്പം അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ആയിരിക്കത്തില്ല. ഇന്ന് നമുക്ക് കിങ് നെബൂഖദ്നേസറിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് വെറുതെ നോക്കാം. എന്താണ് അദ്ദേഹം, ആരായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം, എന്തായി തീർന്നു അദ്ദേഹത്തിന്റെ ജീവിതം, ആരായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവെ, സമയത്ത് നന്ദി പറയുന്നത് കർത്താവെ, അങ്ങയുടെ സ്നേഹം പോലൊരു സ്നേഹമില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവെ, അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങയ്ക്ക് വേണ്ടിയാണ് കർത്താവെ. ഞങ്ങൾ ഉടയവൻ ഇല്ലാത്തവരല്ല കർത്താവ് ലോർഡ് ഫാദർ, ഞങ്ങൾ അനാഥരല്ല കർത്താവ് ലോർഡ് ഫാദർ, ഞങ്ങൾ ഓർഫൻസ് അല്ല കർത്താവ് ലോർഡ് ഫാദർ. ഞങ്ങൾക്കൊരു ഉടയവൻ ഉണ്ട് കർത്താവെ. ആ ഉടയവൻ എന്ന് പറയുന്ന ആൾ കർത്താവ് ലോകത്തെ മൊത്തം സൃഷ്ടിച്ച ദൈവം കർത്താവ്, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കർത്താവെ. നന്ദി പിതാവ് കർത്താവ് ലോർഡ് ഫാദർ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി ഫാദർ. യേശുവെ, അങ്ങ് തിരിച്ചു വരുന്ന കർത്താവ്, ഞങ്ങളെയും കൂട്ടത്തിൽ കൂട്ടുന്നതിന് വേണ്ടി കർത്താവെ, ഞങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഫാദർ ഗോഡ്, ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ. ഓ ലോർഡ് ഫാദർ ഗോഡ്, ഒന്നുമല്ലായിരുന്ന മനുഷ്യരെ കർത്താവെ അങ്ങയുടെ സ്നേഹത്തിന് പാത്രങ്ങളാക്കാൻ കർത്താവ് യാതൊരു വിധത്തിലുള്ള ഒരു അവകാശമോ അധികാരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓ മാസ്റ്റർ, വേർത്ത് ഒന്നുമില്ലായിരുന്നു ഞങ്ങളെ കർത്താവെ ഇന്ന് അങ്ങയുടെ സ്നേഹത്തിന്റെ പാത്രങ്ങളായിട്ട് കർത്താവെ, അങ്ങക്ക് സ്നേഹിക്കാൻ ഉള്ള വ്യക്തികളാക്കി മാറ്റിയതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡായിട്ട്, രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. യേശുവെ, നന്ദി പിതാവ്. വർഷിപ്പ് യു. ഹല്ലേലൂയ ഫാദർ ഗോഡ്. ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു ഹോളി സ്പിരിറ്റ് ഗോഡ്. അങ്ങനെ ഞങ്ങളുടെ ടീച്ചറാണ്, ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം, ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കിന്ന് ദാനിയേലിലേക്ക് പോകാം. ദാനിയേലിന്റെ 4-ാമത്തെ ചാപ്റ്ററിലേക്ക്. നമുക്കറിയാം, നെബൂഖദ്നേസറിനെ പറ്റി 1-ാമത്തെ ചാപ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവം നെബൂഖദ്നേസറിനെ ഉപയോഗിച്ചു അല്ലെ. അദ്ദേഹത്തെ ദൈവം തന്നെ വലിയൊരു രാജാവാക്കി, എന്നിട്ട് അദ്ദേഹത്തെ ദൈവം തന്നെ ഉപയോഗിച്ചു അല്ലെ. അപ്പൊ ജെറമ്യാക്കകത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ വേണ്ടി 25-ാമത്തെ ചാപ്റ്ററിലേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പല രാജ്യങ്ങളെയും പണിഷ് ചെയ്യുന്നതിന് വേണ്ടി, പണിഷ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ദൈവത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയപ്പോൾ. ജൂഡയെ പറ്റി നമുക്കറിയാം, ഇസ്രായേലിനെ പറ്റി അറിയാം. ഒരു കാലത്ത്, ഡേവിഡിന്റെ കാലത്ത് അല്ലെ, ഡേവിഡിനെ പോലെ ഒരു നല്ല രാജാവ് ജൂഡന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വന്നിട്ടേ ഇല്ല. അതുപോലെ ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്നിരുന്ന ഒരു രാജാവായിരുന്നു ഡേവിഡ്. അപ്പൊ ഡേവിഡ് വഴി ആ രാജ്യത്തെ ദൈവം വലിയൊരു രാജ്യമാക്കി മാറ്റി അല്ലെ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം ദൈവത്തിന് ഇഷ്ടമുള്ള രാജ്യം ആക്കി മാറ്റിയപ്പോൾ, പക്ഷെ അതിൽ നിന്നെല്ലാം ഡേവിഡിന്റെ കാലം കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി അല്ലെ. എന്ത് കാരണം കൊണ്ടാണെന്ന് വെച്ചാലും വേണ്ടില്ല, അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി അല്ലെ. ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി, ബാൽ വർഷിപ്പും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അവര് നീങ്ങി. അപ്പോൾ ദൈവം തന്നെ ഒരു തീരുമാനം എടുത്തു, ഇവരെ ഞാൻ നെബൂഖദ്നേസറിനെ വിട്ടിട്ട് അല്ലെ, ബാബിലോണിനെ രാജാവിനെ വിട്ടിട്ട് ഇവരെ ഞാൻ ഇൻവേഡ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ എന്തിനാന്ന്
കഴിഞ്ഞാൽ ഇവരെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം എന്നുള്ളത് നമ്മുടെ പിതാവാണ്. നമ്മളെ സ്നേഹിക്കുന്ന ആളാണ്. യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. നമ്മള് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് അല്ലെ, തന്റെ സ്നേഹം കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി പല മാർഗങ്ങളും ദൈവം ഉപയോഗിക്കും അല്ലെ. പലരുടെ ജീവിതത്തിൽ അസുഖങ്ങളായിട്ട് കാര്യങ്ങൾ വരും അല്ലെ, പല കഷ്ടപ്പാടുകളായിട്ട് വരും. ഒന്നേ ദൈവം അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എല്ലാവരും ദൈവത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു കാര്യം മാത്രം. അത് തന്നെയാണ് ദൈവം ഇവിടെ ജൂഡയുടെ കാര്യത്തിലും ചെയ്തത് അല്ലെ, ഇസ്രായേലിന്റെ കാര്യത്തിലും ദൈവം അത് തന്നെയാണ് ചെയ്തത്. ദൈവത്തിന് അവർ തന്റെ അടുത്തേക്ക് വരണമായിരുന്നു. കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിൻ കീഴിൽ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ ദൈവം. അതിപ്പോ ഇസ്രായേലിന്റെ കാര്യമാണെങ്കിലും ജൂഡന്റെ കാര്യമാണെങ്കിലും നമ്മുടെ കാര്യമാണെങ്കിൽ പോലും അല്ലെ. അപ്പൊ നമ്മൾ ഒരാളെ പോലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം അല്ലെ, നമ്മളെ എല്ലാവരും മാറോട് ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. അങ്ങനെ അതിനു വേണ്ടി ഇവരെ തിരിച്ച് അല്ലെ, ജൂഡയിലുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരും, ഇസ്രായേലിനെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം നെബൂഖദ്നേസറിനെ ഉപയോഗിക്കുന്നു അല്ലെ. പല രാജ്യങ്ങളെയും അങ്ങനെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം നെബൂഖദ്നേസറിനെ ഉപയോഗിച്ചു. അതിനുവേണ്ടി ദൈവം വളർത്തി അല്ലെ, വലിയൊരു രാജാവാക്കി തീർത്തു അല്ലെ. ലോകരാജ്യത്തിന്റെ എന്താ പറയുക, ബാബിലോണിന്റെ രാജാവാക്കി തീർത്തു. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നെബൂഖദ്നേസർ ഉണ്ടായിരുന്നില്ല അല്ലെ. അദ്ദേഹം വിചാരിച്ചിരുന്ന ബാബിലോൺ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, ഷീനാർ എന്നുള്ള പ്രതലത്തിൽ അല്ലെ, സമതലത്തിനുള്ള ബാബിലോൺ ഉണ്ടായിരുന്നു. ബാബിലോൺ, ബാബേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം കൺഫ്യൂഷൻ എന്നാണ് അല്ലെ. ദൈവം കൺഫ്യൂസ് ചെയ്ത. അപ്പൊ നമ്മൾ ജനസൈസ് ഉൽപ്പത്തി പുസ്തകം 11 പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഷീനാർ അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. സ്ഥലം അവിടെ നിന്ന് തൊട്ടാണ് തുടങ്ങുന്നത്, അതിന്റെ കഥ അവിടെ തൊട്ടാണ് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിനെതിരായിട്ട് ബാബേൽ ടവർ ചെയ്ത സ്ഥലമാണത് അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ ദൈവത്തിനെതിരായിട്ട് നിന്ന് ഒരു കൂട്ടം ആൾക്കാരുടെ സ്ഥലമാണ്. അപ്പൊ ബാബേൽ എന്ന് പറയുമ്പോ, അപ്പൊ ബാബിലോൺ എന്ന് അല്ലെങ്കിൽ പറയുമ്പോൾ ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ അല്ലെ, അതിനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ലോകത്തെ പറ്റിയാണ് ബാബിലോൺ എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. വെളിപാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ, റെവലേഷന്റെ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്ന ദൈവം അങ്ങനെ തന്നെയാണ് ബാബിലോണിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അല്ലെ. ബാബിലോൺ നശിക്കുന്ന സമയം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന, ഫിസിക്കൽ ആയിട്ടുള്ള ബാബിലോൺ നശിച്ചുപോയി, സ്പിരിച്വൽ ആയിട്ടുള്ള ബാബിലോൺ അത് നശിക്കുന്ന, ദൈവം നശിപ്പിക്കുന്ന സമയം ഇനി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നെബൂഖദ്നേസർ ബാബിലോണിന്റെ രാജാവായിരുന്നു അല്ലെ. അപ്പൊ ബാബിലോണിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദൈവം ഇല്ലാത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇല്ലെന്നല്ല, ദൈവം ഇല്ലെന്നേ ഉണ്ടോ നീ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യാത്ത സ്ഥലം അല്ലെ. ജീവിക്കുന്ന ദൈവമായിട്ടുള്ള യേശുക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യാത്ത സ്ഥലം. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും യേശുക്രിസ്തു ആ സമയത്ത് ഉണ്ടായിരുന്നു. ദൈവം യേശു ഇല്ലാത്ത സമയമുണ്ടോ അല്ലെ. യേശു പിതാവും പുത്രനും എല്ലാം അവര് ഒന്നാണ്, ഹോളി സ്പിരിറ്റ് ഗോഡ് ഒന്നാണല്ലോ അല്ലെ. അപ്പൊ ദൈവത്തെ വർഷിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ യേശുവിനെ വർഷിപ്പ് ചെയ്യുക എന്ന് പറയുന്ന അത് തന്നെയാണ് അതിന്റെ അർത്ഥമല്ലേ. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവത്തെ വർഷിപ്പ് ചെയ്യാത്ത, യേശുക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ രാജ്യമായിരുന്നു ബാബിലോൺ എന്നുള്ളത് അല്ലെ. അപ്പൊ ഈ എന്താ പറയുക, ഈ ലോകത്തെ വിട്ട് ജൂഡനെ ഇൻവേഡ് ചെയ്യിപ്പിക്കുകയാണ് ദൈവം ചെയ്തിരിക്കുന്നത് അല്ലെ. പിശാചിനെ അനുവദിച്ചു കൊടുക്കുക. അപ്പൊ ദൈവം ഇല്ലാത്ത സ്ഥലം എന്ന് പറയുമ്പോൾ, ദൈവത്തെ വർഷിപ്പ് ചെയ്യാത്ത സ്ഥലം, ദൈവത്തെ ആരാധിക്കാത്ത സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ആരാധിക്കപ്പെടുന്ന പിശാചായിരിക്കും. അപ്പൊ നെബൂഖദ്നേസറിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്താ പറഞ്ഞ ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം അല്ലെ. അദ്ദേഹത്തിന്റെ ദൈവങ്ങളുടെ ട്രഷറിൽ, അദ്ദേഹത്തിന്റെ ദൈവങ്ങളുടെ അമ്പലത്തിന്റെ ട്രഷറിയിലേക്കാണ് നമ്മളുടെ ദൈവത്തിന്റെ അല്ലെ ടെമ്പിളിൽ നിന്ന്, ജെറുസലേമിലുള്ള ടെമ്പിളിൽ നിന്ന് സാധനങ്ങൾ, കുറച്ച് വെസലുകളും കുറച്ച് പാത്രങ്ങളും അല്ലെ, സ്വർണ്ണം വെള്ളിയായിട്ടുള്ള പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് അദ്ദേഹം പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അന്നത്തെ കൂടുതലുള്ള ആൾക്കാർ കൊണ്ടെത്തിച്ചു അല്ലെ. അത് മനുഷ്യരുടെ പാപം മനുഷ്യരെ അത്രത്തോളം അവസ്ഥയിലേക്ക് കൊണ്ടു എത്തിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ആ നെബൂഖദ്നേസറിനെ ദൈവം ഉപയോഗിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അത് നേരത്തെ മനസ്സിലായില്ല. ദൈവം ഇടപെടേണ്ടി വന്നു, ശക്തമായിട്ടുള്ള ഒരു രീതിയിൽ ഇടപെടേണ്ടി വന്നു അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ദൈവത്തിന്റെ അകമഴിഞ്ഞ സ്നേഹം അല്ലെ. ഒരു വ്യക്തിനെ പോലും നശിപ്പിച്ച് കളയണമെന്ന് താല്പര്യമില്ലാത്ത ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ നമുക്കറിയാം, 1 തിമോത്തിക്കകത്ത് 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 4ാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു വ്യക്തി പോലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ദൈവം നമ്മുടെ ദൈവം, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് നമ്മളോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് എല്ലാവരോടും ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചെന്ന് ഗോസ്പൽ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ
നെബൂഖദ്നേസറിനോട് ദൈവത്തിന് ഇഷ്ടമുണ്ട് അല്ലെ. ആം, തന്റെ സെർവന്റ് ആണ്, എത്രമാത്രം മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും ദൈവത്തിന് പിന്നെ ആ വ്യക്തിയോട് സ്നേഹമുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ആത്മാവിനോട് സ്നേഹമുണ്ട്. ദൈവത്തിന് അറിയാമല്ലോ ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വില എത്രമാത്രമാണെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. യേശു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ലോകത്തെ മൊത്തം കിട്ടിയാലും ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വില, അത് ലോകത്തിന്റെ വില, അതിനെ അത്രയും മതിയാകത്തില്ല ഒരു വ്യക്തിയുടെ ആത്മാവിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അല്ലെ. അതുകൊണ്ടാണ് തന്റെ രക്തം കൊണ്ട് തന്നെ യേശുക്രിസ്തു നമ്മളെ എല്ലാവരെയും വീണ്ടെടുത്തിരിക്കുന്നു. ഇവിടെ നെബൂഖദ്നേസറിന്റെ കാര്യം വരുമ്പോ ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പറഞ്ഞിരുന്നു, ദൈവമാണ് അദ്ദേഹത്തിന് തന്റെ എന്താ പറയുക മഹത്വവും മഹിമയും അങ്ങനെ രാജാവ് എന്നുള്ള പദവിയും അങ്ങനെ എല്ലാം കൊടുത്തിരുന്നത് ദൈവമാണെന്നുള്ള കാര്യം ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ദാനിയേൽ വഴി പറഞ്ഞു കൊടുത്തതാണ് അല്ലെ. ഈ നെബൂഖദ്നേസറിന്റെ രാജ്യവുമല്ല ദൈവത്തിൽ നിന്ന് വന്നുള്ള കാര്യം ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും കൂടെ ദൈവത്തിന് എതിരായിട്ട് നിന്നൊരു വ്യക്തിയാണ് നെബൂഖദ്നേസർ അല്ലെ. പക്ഷെ ദൈവത്തിന് അദ്ദേഹത്തെ ഒന്ന് തട്ടുടച്ച് വാർക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോ ഇത് നമ്മൾക്കെല്ലാവർക്കും ഉള്ള ഒരു എന്താ പറഞ്ഞ ഒരു വാണിംഗ് ആണ്. ഇവിടെ രണ്ട് കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ, ഒന്ന് ദൈവത്തിന് ഒരിക്കൽ പോലും അടങ്ങാത്ത സ്നേഹം, മനുഷ്യ വർഗത്തോടുള്ള സ്നേഹം. രണ്ടാമത്തേത് ദൈവമില്ലെങ്കിൽ മനുഷ്യൻ ഒന്നുമല്ല എന്നുള്ള ഒരു അറിവ് അല്ലെ. ദൈവത്തിന് തന്നെ വ്യക്തികൾ ഉപയോഗിക്കും, പക്ഷെ അത് ദൈവമാണ്, യേശുവാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവം തന്നെ നമ്മളെ തച്ചുടയ്ക്കുമെന്നും അത് ആ ഒരു അവസ്ഥ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അത് ഇച്ചിരി കഷ്ടപ്പാടിൻ്റെതായിരിക്കും എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവം ഇല്ലായെങ്കിൽ, ദൈവം നമ്മളുടെ കൂടെ ഇല്ലായെങ്കിൽ നമ്മൾ ഒന്നുമല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചാപ്റ്റർ അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. വായിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് സംസാരിച്ചുകൊണ്ട് പോകാം അല്ലെ. അപ്പൊ ഇങ്ങനെ നാലാമത്തെ ചാപ്റ്റർ, ദാനിയേലിന്റെ 4-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിക്കും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്. ഇത് അദ്ദേഹം ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്ന സമയത്താണ് എഴുതുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദൈവം വരുത്തിയ ആ ഒരു എന്താ പറയാ ഒരു ട്രയൽ അല്ലെ, ആ ഒരു ടെസ്റ്റിങ്ങിൽ കൂടെ അല്ല അദ്ദേഹം കടന്നു പോയി. ആ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, ദൈവം അദ്ദേഹത്തെ തന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നെബൂഖദ്നേസർ ജീവിതത്തിൽ വെച്ച ഒരു പ്രശ്നത്തിൽ നിന്നെല്ലാം അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം എഴുതുന്ന ലെറ്ററാണിത്. അപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നെബൂഖദ്നേസറായ രാജാവ് സർവ്വഭൂമിക്കും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. അത്യുന്നതനായ ദൈവം എങ്കിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അവന്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമുള്ളവ. അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ളത് ഉള്ള രാജ്യത്വവും അവന്റെ ആധിപത്യവും തലമുറയായുള്ളതും ആകുന്നു. ആമേൻ, ആമേൻ, ആമേൻ അല്ലെ. നമുക്ക് അറിയാം നമ്മുടെ ദൈവത്തിന്റെ ആധിപത്യം എന്നും ഉള്ളത് അവന്റെ ആധിപത്യം തലമുറയായിട്ടുള്ളതും ആകുന്നു. 4-ാമത് വാക്കോട്ട്, നെബൂഖദ്നേസർ എന്ന ഞാൻ എന്റെ അരമനയിൽ സ്വൈര്യമായും എന്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതുനിമിത്തം ഭയപ്പെട്ടു കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ടു. സ്വപ്നത്തിന്റെ അർത്ഥം അറിയേണ്ടതിന് ബാബിലോണിലെ സകല വിദ്വാൻമാരെയും എന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ കൽപ്പിച്ചു. അങ്ങനെ മന്ത്രവാദികളും ആഭിചാരക്കാരും കൽദന്മാരും ശകുനവാദികളും അകത്തു വന്നു. ഞാൻ സ്വപ്നം അവരോട് വിവരിച്ചു പറഞ്ഞു. അവർ അതിന്റെ അർത്ഥം അറിയിച്ചില്ല താനും. എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ബാബിലോൺ എന്നുള്ളത് ദൈവത്തെ യേശുക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യുന്ന, ദൈവത്തെ ജീവിക്കുന്ന സത്യവാനായ ദൈവത്തെ യഹോവയെ വർഷിപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം അല്ല എന്നുള്ള കാര്യം നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുക. പിന്നെ അടുത്ത കാര്യം നമ്മളോട് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ദാനിയേലിന്റെ തന്നെ 1, 2, 3 ചാപ്റ്ററുകൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. ദൈവം പല പ്രാവശ്യമായിട്ട് നെബൂഖദ്നേസറിനോട് തന്നെ വെളിപ്പെടുത്തിയിരുന്നു അല്ലെ. തന്നെ താൻ ആരെന്നുള്ള കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പൊ നമുക്ക് 2-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും, ഈ നെബൂഖദ്നേസർ പ്രോഫറ്റ് ഒന്നും അല്ലെങ്കിൽ പോലും, ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും, ദൈവം അദ്ദേഹത്തിന് പ്രൊഫറ്റിക് ആയിട്ടുള്ള ഒരു വിഷൻ അല്ലെ, ഒരു പ്രൊഫറ്റിക് ആയിട്ടുള്ള ഒരു ദർശനം കൊടുക്കുന്ന കാര്യം അറിയാം. ഒരു വലിയ ഒരു പ്രതിമയുടെ ദർശനം കൊടുക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. അപ്പൊ ആ പ്രതിമയുടെ ദർശനത്തെ പറ്റി ഇതുപോലെ തന്നെ എന്താ പറയാ ആഭിചാര
ചുങ്കക്കാരെയും കൽബതന്മാരും ശകുനവാദികൾ മന്ത്രവാദികളെ എല്ലാം വിളിച്ച് ചോദിച്ചിട്ടും അവർക്കാർക്കൊന്നും പറയാൻ സാധിക്കാതിരുന്നിട്ട് പിന്നെ എല്ലാവരെയും വലിയ ഇവരെല്ലാം കൊല്ലുമെന്നുള്ളൊരവസ്ഥ ഡാനിയേലിനെയും കൊല്ലുമെന്നൊരവസ്ഥ വന്നപ്പോൾ ദൈവം ദാനിയേല് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യമെല്ലാം നമുക്കറിയാം. അപ്പൊ അവിടെയും ദൈവത്തെ പറ്റി ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കും. 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴും ദാനിയേലിന്റെ 3 കൂട്ടുകാരെ ഷദ്രക്ക്, മെശക്ക്, അബേദ്നെഗോ അല്ലെ അവര് വഴി പിന്നെയും അല്ലെ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു നെബൂഖദ്നേസറിന്. അപ്പൊ എന്താ പറയാ ചൂളയില് അല്ലെ തീ കൊണ്ടുള്ള ചൂളയില് 3 പേരെ ഇട്ട് കഴിയുമ്പോ ഷദ്രക്ക്, മെശക്ക്, അബേദ്നെഗോവിനെ ഇട്ട് കഴിയുമ്പോഴേക്കും അതിന്റെ കൂടെ ഒരാളെ കൂടെ കാണുമ്പോൾ അല്ലെ നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹം വിശ്വാസിയില്ലെന്ന് വിചാരിച്ചു. എന്നിട്ടും കൂടെ ദൈവം തന്റെ കണ്ണുകൾ തുറന്നിട്ട് ആ 4-ാമത്തെ വ്യക്തി അല്ലെ ദൈവത്തിന്റെ മകനെ പോലെ ഇരിക്കുന്ന വ്യക്തി, അതായത് യേശുക്രിസ്തു അല്ലെ യേശുക്രിസ്തുവിടെ 4-മതായിട്ട് ആ ചൂളയ്ക്കകത്ത് പ്രത്യക്ഷപ്പെട്ടു. യേശുക്രിസ്തുവിനെ കാണാൻ മാത്രമുള്ള ദൈവം കൃപ കൊടുത്തു നെബൂഖദ്നേസർ അല്ലെ. നെബൂഖദ്നേസറുടെ സ്നേഹം കാരണം നശിച്ചു പോകുന്നുള്ള സ്നേഹം കാണും. എന്നിട്ടും കൂടെ നെബൂഖദ്നേസറിന് പിന്നെയും ഇവിടെ അടുത്ത സ്വപ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും മന്ത്രവാദികളെ വിളിച്ചിരിക്കുക നെബൂഖദ്നേസർ ചെയ്തിരിക്കുന്ന കാര്യം അല്ലെ. അപ്പൊ സത്യവാനായ ദൈവത്തെ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു നെബൂഖദ്നേസർ. അവിടെ നിന്നെല്ലാം ദൈവം അദ്ദേഹത്തെ കൊണ്ടുവന്നു. അതിനെപ്പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ മന്ത്രവാദികളും അഭിചാരക്കാരും കൽദയന്മാരും ചകനവാദികളും അകത്തു വന്നു ഞാൻ സ്വപ്നം അവരോട് വിവരിച്ചു പറഞ്ഞു. അവർ അർത്ഥം അറിയിച്ചില്ല താനും. ഒടുവിൽ എന്റെ ദേവന്റെ നാമധേയ പ്രകാരം ബൽഷസ്സർ എന്നു പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എന്റെ മുന്നിൽ വന്നു. അവനോട് ഞാൻ തന്റെ സ്വപ്നം വിവരിച്ചത് എന്തെന്നാൽ, ദാനിയേലിനെ വിളിക്കുന്നു, ദാനിയേൽ മുമ്പിൽ വരുന്നു. അപ്പൊ ദാനിയേലിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനായ ദാനിയേൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളി സ്പിരിറ്റോടുള്ള ദാനിയേൽ എന്നാണ്. ഇങ്ങനെ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളതെന്നൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് നെബൂഖദ്നേസറിന്റെ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പക്ഷെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡുള്ള ദാനിയേൽ. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 9-ാമത്തെ വാക്കോട്ട് മന്ത്രവാദി ശ്രേഷ്ഠനായ ബൽഷസ്സർ. അപ്പൊ മന്ത്രവാദി ശ്രേഷ്ഠൻ എന്നൊക്കെ പറയുമ്പോൾ ദാനിയേൽ സ്വന്തമായിട്ട് മന്ത്രവാദികളുടെ ചീഫ് ആയതൊന്നുമല്ല. ഇപ്പൊ നമുക്കറിയാം ബാബിലോണിലാണ് ദാനിയേലിനെയും കൂട്ടരെയും ഇസ്രായേലിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതാണല്ലോ. അപ്പൊ അവിടെ വന്നപ്പോഴേക്കും ഈ നെബൂഖദ്നേസർ തന്നെയാണ് ദാനിയേലിനെയും മന്ത്രവാദികളെ ശ്രേഷ്ഠനാക്കി സ്ഥാപിച്ചതൊക്കെ. കാരണം ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ദാനിയേൽ അവരെക്കാളെല്ലാം ബുദ്ധിയുള്ളവരാണ്. ദൈവം ബുദ്ധി കൊടുത്തു. ദൈവത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ 1-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. ദാനിയേലിന്റെ 1-ാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. 9-ാമത്തെ വാക്കോട്ട് മന്ത്രവാദി ശ്രേഷ്ഠരായ ബൽഷസ്സറേ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷയമല്ലെന്നും ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ കണ്ട സ്വപ്നത്തിന് താല്പര്യം ഇങ്ങനെ പറഞ്ഞു. ഒരു രഹസ്യവും നിനക്ക് വിഷയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ വെളിപ്പെടുത്തി കൊടുക്കുന്ന സകലമായിട്ടുള്ള സീക്രട്ടുകളും അല്ലെ ഹിഡൻ തിങ്സും വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് ദാനിയേലിന്റെ കൂടെ എന്നുള്ള കാര്യം ഈ നെബൂഖദ്നേസറിന് അറിയാം. കൂടെ ഇപ്പൊ ദാനിയേല് ആദ്യമായിട്ടല്ലല്ലോ നെബൂഖദ്നേസറിന്റെ മുമ്പിൽ വരുന്നത്. ദാനിയേലിനെ പറ്റി നല്ല അറിവ് നേരത്തെ ഉണ്ട് അല്ലെ. എന്നിട്ടും കൂടെ പിന്നെയും മന്ത്രവാദികളെ പിടിക്കാൻ, പിന്നെയും മന്ത്രവാദികളോട് തന്റെ സ്വപ്നത്തെ പറ്റി ചോദിക്കാൻ വേണ്ടി പോയ ആളാണ് നെബൂഖദ്നേസർ കിങ് അല്ലെ. അപ്പൊ ഇനി 10-ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറഞ്ഞു: കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനമാവിത്, ഭൂമിയുടെ നടുവിൽ ഞാൻ ഒരു വൃക്ഷം കണ്ടു. അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ആ വൃക്ഷവും വളർന്നു ബലപ്പെട്ടു. അത് ആകാശത്തോളം ഉയരമുള്ളതും സർവ്വഭൂമിയുടെയും അറ്റത്തോളം കാണുന്നതും ആയിരുന്നു. അതിന്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധി ആയിരുന്നു. എല്ലാവർക്കും അതിൽ ആഹാരം ഉണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ അതിന്റെ കീഴെ തണലിൽ ഒളിച്ചു. ആകാശത്തിലെ പക്ഷികൾ അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോന്നു. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: വൃക്ഷം വെട്ടിയിട്ട് അതിന്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ് ചിതറിച്ചു കളയുവിൻ. അതിന്റെ കീഴിൽ നിന്നും മൃഗങ്ങളും കൊമ്പുകളിൽ നിന്നും പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ. അതിന്റെ തായ്വേരോ വലയിലെ ഇളമ്പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവിൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവനും മൃഗങ്ങളോട് കൂടെ നിലത്തെ പുല്ല് ഉപജീവനം ആയിരിക്കട്ടെ. അവന്റെ മനുഷ്യ സ്വഭാവം മാറ്റി മൃഗസ്വഭാവം ഉള്ളതായി തീരട്ടെ. അങ്ങനെ അവന്
7 കാലം കഴിയട്ടെ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവർക്ക് കൊടുക്കുകയും മനുഷ്യരിൽ അധമമായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോട് ഇരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. നെബൂഖദ്നേസറായ ഞാൻ ഈ സ്വപ്നം കണ്ടു. എന്നാൽ ബെൽഷസ്സരേ, എന്റെ രാജ്യത്തിന്റെ വിദ്വാൻമാർക്കും ആർക്കും അതിന്റെ അർത്ഥം അറിയിപ്പാൻ കഴിയില്ലായ്കൊണ്ട് നീ അതിന്റെ അർത്ഥം പറഞ്ഞു തരണം. ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ കൊണ്ട് നീ അതിന് പ്രാപ്തനാകുന്നു. അപ്പൊ ദൈവം ഇവിടെ നെബൂഖദ്നേസറോട് കാര്യം പറഞ്ഞു കൊടുക്കുവാണ്. ഇങ്ങനെ 14-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവർക്ക് കൊടുക്കുകയും മനുഷ്യർ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോട് ഇരിക്കുന്നവർ അറിയേണ്ടതിനു വേണ്ടിയാണ് ദൈവം ദൂതന്മാരെ അയച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നെബൂഖദ്നേസറിനോട് ദൈവം ഡയറക്റ്റായിട്ട് പറയുവാണ്. അപ്പൊ നെബൂഖദ്നേസറിന്റെ സ്വപ്നത്തിൽ തന്നെ ദൈവം പറഞ്ഞു കൊടുത്തു എന്താണ് ദൈവം കാണിക്കുന്നതെന്ന്, അല്ലെ? ദൈവം ഓൾറെഡി പറയുവാണ് നെബൂഖദ്നേസറിനോട്, ഈ അത്യുന്നതനായവനാണ് ഈ സകല ലോകത്തിന്റെയും മുഖത്തിലുള്ളത്, അല്ലെ? മനുഷ്യർ തന്നെ തങ്ങൾ വലിയവൻ എന്ന് വിചാരിക്കുന്നത്, അല്ലെ, അത് വെറുതെ ആണെന്നും ദൈവമാണ്, യേശുവാണ് ലോർഡ് എന്നുള്ള കാര്യവും ദൈവം ഇവിടെ പറഞ്ഞു കൊടുക്കുവാണ്, അല്ലെ? ഒരു രാജാവും മറ്റുള്ള ആരെക്കാളും വലിയവനല്ലെന്നും എല്ലാവരെക്കാളും വലിയവനായിട്ട് ദൈവം എന്നൊരാൾ ഉണ്ടെന്നും ഉള്ളൊരു കാര്യം, അല്ലെ? നെബൂഖദ്നേസറിനോട് ദൈവം പറയുവാണ്. ദൈവം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നെബൂഖദ്നേസറിനോട്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് നിന്റെ അഹങ്കാരം നീ ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ വരുവാണെങ്കിൽ നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്ന് നെബൂഖദ്നേസറിനോട് പറയുവാണ്. ഇത് എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്, അല്ലെ? എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന ഒരു പാഠമാണ്. ഇവിടെ ദൈവം, നമ്മുടെ ദൈവം വളരെ മഹാനായ ദൈവമാണ്, അല്ലെ? സ്വപ്നം വഴി ദൈവം നെബൂഖദ്നേസറിനോട് പറയുവാണ്. നെബൂഖദ്നേസർ വളരെയധികം അഹങ്കാരിയാണെങ്കിൽ പോലും ദൈവം പറയുവാണ്, നിന്റെ പോക്ക് ശരിയല്ല, നീ നിന്നെ തന്നെ കറക്റ്റ് ചെയ്ത് തിരിച്ചു വരാൻ ഉള്ള ഒരു കാര്യം ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ 19-ാമത്തെ വാക്കോട്ട്, അപ്പോൾ ബെൽഷസ്സർ എന്നു പേരുള്ള ദാനിയേൽ കുറെ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു. അവർ വിചാരങ്ങൾ പരവശന. രാജാവ് അവനോട്, ബെൽഷസ്സരേ, സ്വപ്നവും അതിന്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകരുത് എന്ന് കൽപ്പിച്ചു. ബെൽഷസ്സർ ഉത്തരം പറഞ്ഞു, യജമാനനെ, സ്വപ്നം തിരുമനസ്സിലെ ശത്രുക്കൾക്കും അതിന്റെ അർത്ഥം തിരുമനസ്സിലെ വൈരികൾക്കും ഭവിക്കട്ടെ. വളർന്നു ബലപ്പെട്ട ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് കാണാകുന്നതുമായ ഭംഗിയുള്ള ഇലയും അനവധി ഫലങ്ങളും എല്ലാവർക്കും ആഹാരവും ഉള്ളതും കീഴെ കാട്ടുമൃഗങ്ങൾ വസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടം ഉണ്ടാക്കിയതും കണ്ട വൃക്ഷം രാജാവെ, വർദ്ധിച്ചു ബലവാനായി തീർന്നിരിക്കുന്ന തിരുമേനി തന്നെ. തിരുമനസ്സിലെ മഹത്വം വർദ്ധിച്ചു ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറുതി വരെയും എത്തിയിരിക്കുന്നു. ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു വൃക്ഷത്തെ വെട്ടിയിട്ടു നശിപ്പിച്ചു കളവിൻ. എങ്കിലും അതിന്റെ തായ്വേർ വയലിലെ ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടുകൂടെ ഭൂമിയിൽ വെച്ചേക്കുവിൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവന് 7 കാലം കഴിയുന്നതുവരെ അവന്റെ ഉപജീവനം കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു രാജാവ് കണ്ടുവല്ലോ. രാജാവേ, അതിന്റെ അർത്ഥം ഇതാകുന്നു, എന്റെ യജമാനായ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതനായ വിധി ഇത് തന്നെ, ഇത് ദൈവത്തിന്റെ വിധിയാണ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഓൾറെഡി ദൈവം പറഞ്ഞതാണ് നെബൂഖദ്നേസറിനോട്, അല്ലെ? നീ നിന്നെ തന്നെ താഴ്ത്തണം എന്ന് ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ദാനിയേൽ വഴി പിന്നെയും ദൈവം ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. 24-ാമത്തെ വാക്ക് പറയുന്നത്, രാജാവേ, അതിന്റെ അർത്ഥം ഇതാവുന്നു, എന്റെ യജമാനായ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതന്റെ വിധി ഇത് തന്നെ. തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് കൂടിയാകും. തിരുമേനിയെ കാളയെപ്പോലെ പുല്ല് തീറ്റും. തിരുമേനിയെ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അത് അറിയുന്നതുവരെ 7 കാലം കഴിയും. വൃക്ഷത്തിന്റെ വേര് വച്ചേക്കുവാൻ അവർ കൽപ്പിച്ചുവല്ലോ. വാഴുന്നതും സ്വർഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം രാജ്യത്വം തിരുമേനിക്ക് സ്ഥിരമാക്കും എന്നത്രേ. ആകയാൽ രാജാവേ, എന്റെ കൽപ്പന തിരുമനസ്സിലേക്ക് പ്രസാദമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. അതിനാൽ പക്ഷെ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നൽകും.
അപ്പൊ ഇവിടെ ഇത് ദൈവം, നമ്മുടെ ദൈവം ഒരു കാര്യം പറയുകയാണ് അദ്ദേഹത്തോട്, നീ തിരിച്ചു വരികയാണെങ്കിൽ, നീ നീതിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നീ നിന്നെ തന്നെ ഹമ്പിൾ ചെയ്യുകയാണെങ്കിൽ, നീ നിന്നെ തന്നെ താഴ്ത്തുകയാണെങ്കിൽ, നിനക്ക് ഞാൻ വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പോകുന്നില്ല അല്ലെ. നിനക്ക് ദീർഘകാലം, നിനക്ക് സുഖകാലം, ഇനി മുമ്പോട്ട് പോകാൻ തന്നെ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അനർത്ഥം, ഈ വിധി നിന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് മാറ്റാൻ ഞാൻ തയ്യാറാണ്. നീ നിന്നെ തന്നെ താഴ്ത്താൻ ആകുവാണെങ്കിൽ, അത് തന്നെയാണ് നമ്മുടെ ദൈവം നമ്മളോടും പറയുന്നത് അല്ലെ. നമ്മളെ തന്നെ താഴ്ത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഓരോ വ്യക്തിയും നമ്മളെ തന്നെ താഴ്ത്താൻ തയ്യാറാണെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വെക്കുന്ന വിധി ഒരിക്കൽ പോലും എന്താ പറയുക, അത് പ്രാവർത്തികമാക്കാൻ ദൈവത്തിന് താല്പര്യമില്ല. ഒരു വ്യക്തിയെ പോലും നശിപ്പിച്ചു കളയാൻ ദൈവത്തിന് താല്പര്യമില്ല. ഇവിടെ ദൈവത്തിന് കരുണയാണ് കാണിക്കുന്നത്. ഇനി താഴോട്ടുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അദ്ദേഹത്തിന് 12 മാസത്തിന്റെ സമയം ദൈവം കൊടുത്തിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം 28ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, നെബൂഖദ്നേസർ രാജാവ് ഇതിനെല്ലാം വന്ന് ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിൽ ഉല്ലസിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാകിയെന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്ത് നിന്റെ കൈവിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടി ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിലെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നതുവരെ നിനക്ക് 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്നും നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളർന്നു വന്നു. അവർ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. അക്കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. അപ്പൊ ഇങ്ങനെയാണ് ദൈവം പറയുന്നത്, 12 മാസം, അതായത് 1 വർഷം കൊടുത്ത് സ്വപ്നം കണ്ടതിന് ശേഷം സ്വർഗത്തിൽ ദൈവം സ്വപ്നത്തിൽ ഓൾറെഡി ദൈവം പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്വത്തിന് മുകളില് എന്താ പറയുക, രാജ്യത്വത്തിന് മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് അറിയണം എന്നുള്ള കാര്യം അല്ലെ. ദൈവമാണ് സകല രാജാക്കന്മാരുടെ മുകളിലുള്ളതെന്നും സകല രാജാക്കന്മാരുടെയും സകല രാജ്യങ്ങളുടെ മുകളിലുള്ള ഒരു ഏകാധിപതി ഉണ്ടെന്നും അത് താനാണെന്നുള്ള കാര്യം ഓൾറെഡി ദൈവം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അല്ലെ. സ്വപ്നത്തിൽ വെളിപ്പെടുത്തി, ദാനിയേൽ വഴി വെളിപ്പെടുത്തി കൊടുത്തു. 1 വർഷം അത് കഴിഞ്ഞിട്ട് ദൈവം സമയം കൊടുത്തു. റിപ്പന്റ് ചെയ്ത് തിരിച്ചു ചെല്ലുകയാണെങ്കിൽ നെബൂഖദ്നേസറിനെ താൻ പറഞ്ഞിരിക്കുന്ന വിധി വരുത്തിക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ദൈവം പിന്നെയും സമയം കൊടുത്തു, 1 വർഷം കൊടുത്തു. നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ദൈവം ചെയ്യുന്നത് അല്ലെ. പലരോടും ദൈവം സംസാരിക്കുന്നു. ഹൃദയത്തിന്റെ കട്ടിയെപ്പറ്റി ദൈവം സംസാരിക്കുന്നു. അവരുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ പറ്റി ദൈവം പല രീതിയിൽ സംസാരിക്കുന്നു. ദൈവം അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം അങ്ങനെയാണ് അല്ലെ. നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ താല്പര്യമില്ലാത്ത ദൈവമാണ്. നമ്മളെ സ്നേഹം കൊണ്ട് മൂടുന്ന ദൈവമാണ്. നമ്മൾ ദൈവത്തിലേക്ക് വരണമെന്ന് താല്പര്യപ്പെടുന്ന ദൈവമാണ്. അങ്ങനെ ഉള്ള ദൈവം നമുക്ക് ട്രാൻസ്ഫർ തരുന്നു, പല ട്രാൻസ്ഫർ തരുന്നു, നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഇവിടെ നെബൂഖദ്നേസർക്ക് 1 വർഷം സമയം കൊടുത്തു അല്ലെ. പക്ഷെ എന്നിട്ടും അദ്ദേഹം തന്നെ കറക്റ്റ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നപ്പോൾ, അതിനുള്ള ഒരു മനസ്സ് കാണിക്കാതിരുന്നപ്പോൾ, മഹതിയായ ബാബിലോണിന്റെ എന്താ പറയാ, ബാബിലോണിനെ പറ്റി വലിയ കാര്യങ്ങൾ പറഞ്ഞപ്പോ, ഞാനിത് സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞപ്പോ അല്ലെ, ദൈവം സൃഷ്ടിച്ചതാണ് ബാബിലോണിന്റെ, ദൈവം ആണ് ലോകത്തെ സൃഷ്ടിച്ചത്. 24ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിന്റെ നാഥൻ ദൈവമാണ്. ലോകത്തിലുള്ളതും ഈ ഭൂമിയിലുള്ളതും സകലം എല്ലാ മനുഷ്യരും എല്ലാം ദൈവത്തിൻ്റെതാണ് അല്ലെ. നമുക്കത് കൊളോസ്യർക്ക് ലേഖനത്തിൽ 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 16ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവാണ് എല്ലാത്തിനും സൃഷ്ടിച്ചിരിക്കുന്നത് അവന് വേണ്ടി അല്ലെ. അവന് വേണ്ടിയാണ്, അവനാലാണ് എല്ലാത്തിനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം അവന് വേണ്ടി ഉള്ളതാണ് അല്ലെ. അത് നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കുവാണെങ്കിൽ അല്ലെ, നെബൂഖദ്നേസറിനെ പോലത്തെ ഒരവസ്ഥ നമുക്കുണ്ടാകത്തില്ല. നെബൂഖദ്നേസർ
നെബൂഖദ്നേസറിനെ ദൈവം രാജാവാക്കി തീർത്തത്. അത്രയും വലിയ ശക്തനായ രാജാവാക്കി തീർത്തതിന് ഒരൊറ്റ കാര്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അല്ലെ, തന്നിൽ നിന്ന് വളരെയധികം അകലത്തിൽ നിന്ന സകല രാജ്യങ്ങളെയും രാജ്യത്തുള്ള ആൾക്കാരെയും ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ അല്ലെ, അതിനുവേണ്ടി ദൈവം എന്താ പറഞ്ഞ ഈ പേഗനായിട്ടുള്ള രാജാവിനെ അല്ലെ കൂടെ ഉപയോഗിച്ചു. തന്റെ എന്താ പറയുക സെർവന്റ് ആണെന്ന് ദൈവം പറഞ്ഞു നെബൂഖദ്നേസറിനെ പറ്റി. അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ ശക്തനായ ഒരു രാജാവാക്കി. പക്ഷെ അത് കണ്ടപ്പോ നെബൂഖദ്നേസറിന് വളരെയധികം നെഗളം അല്ലെ. അപ്പൊ ഇവിടെ പിന്നെ നമുക്ക് താഴേക്ക് ഇനി വായിക്കുമ്പോൾ കാണാൻ പറ്റും, അദ്ദേഹത്തോട് ദൈവം പുല്ല് വരെ തെറ്റിച്ചത്. മനുഷ്യനെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഹൃദയം എടുത്ത് മാറ്റിയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു എന്താ പറയാ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും അദ്ദേഹം മറന്നിട്ട് ഒരു മൃഗത്തെ പോലെ ആക്കി തീർന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം 32ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ദേവോട് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നമ്മൾ മൃഗങ്ങളെ പോലെ ആയി പോകട്ടെ അല്ലെ, കോവർ കഴുതേനെ പോലെ ആകട്ടെ, കുതിരേനെയും കഴുതേനെയും പോലെ ആയി പോകട്ടെ അല്ലെ, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാതെ ദൈവത്തിലേക്ക് വരാതിരിക്കുന്ന അല്ലെ, അതിനെ കടിഞ്ഞാണിട്ട് പിടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. കുതിരേനെയും കഴുതേനെയൊക്കെ കടിഞ്ഞാണിട്ട് പിടിച്ചില്ലെങ്കിൽ അതുങ്ങൾക്ക് അറിയത്തില്ല. മൃഗങ്ങളുടെ കാര്യം എങ്ങനെയാണല്ലോ അല്ലെ, അവർക്ക് അറിയത്തില്ല, എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതൊരുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ദൈവം മാറ്റി അല്ലെ. അപ്പൊ ഇവിടെ ദൈവം കാണിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം ആണ് നമ്മൾക്ക് എല്ലാം തരുന്നത് അല്ലെ. രാജ്യത്വം മാത്രമല്ല ദൈവം തന്നിരിക്കുന്നത്. നെബൂഖദ്നേസറിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്വം കൊടുത്തിരുന്നു അല്ലെ, വലിയൊരു രാജ്യത്തെ കൊടുത്തിരുന്നു. രാജ്യത്വം മാത്രമല്ല, നമുക്ക് ഉള്ളത് എല്ലാം നമുക്കിന്ന് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലെ, നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത്, നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്, നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അത് എല്ലാം വരുന്ന ദൈവത്തിൽ നിന്നാണ്. എല്ലാം വരുന്ന ദൈവത്തിൽ നിന്നാണ് എന്നാണ് ദൈവം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് നേർച്ച ചിന്തിക്കാനുള്ള കഴിവിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മൃഗങ്ങളെ പോലെ ആയി തീരും അല്ലെ. അതാണ് നെബൂഖദ്നേസറിനെ സംബന്ധിച്ചിടത്തോളം ദൈവം കാണിച്ചത് അല്ലെ. ചിന്തിക്കാനുള്ള കഴിവ് ദൈവം എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോ, മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോ, പശുവിനെ പോലെ കാളയെ പോലെ പുല്ല് തിന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി. അത്രയുള്ളൂ മനുഷ്യന്റെ കാര്യമാണ് ദൈവം ഇവിടെ പറയുന്നത് അല്ലെ. അതാണ് മനുഷ്യൻ. ഒന്നുമല്ലാത്ത മനുഷ്യരെ തന്റേതാക്കി തീർത്തതാണ് ദൈവം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ദൈവം സൃഷ്ടിച്ച സമയത്ത് നമ്മൾ ഇങ്ങനെയല്ല സൃഷ്ടിച്ചത് അല്ലെ, നന്നായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ അന്നല്ല, മോശപ്പെട്ട രീതിയിൽ പോയ നമ്മൾ തന്നെയാണ്, പാപം ചെയ്തത് നമ്മൾ തന്നെയാണ് അല്ലെ. അവിടെ നിന്ന് വീണുപോയ മനുഷ്യരെ രക്ഷിച്ചുകൊണ്ട് സ്വന്തമാക്കിയവരാണ് ദൈവം അല്ലെ. സ്വന്തം മക്കളാക്കിയവരാണ് ദൈവം അല്ലെ. ഇന്ന് യേശുവിന്റെ ഒപ്പം പിതാവ് നമ്മളെ സ്വർഗത്തിന്റെ റിലംസിൽ നമ്മൾ ഇരുത്തിയിരിക്കുകയാണ്. അവർക്ക് നിന്ന് നമ്മൾ നമ്മുടെ സ്വന്തം സ്വഭാവം കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ നെബൂഖദ്നേസറിനെ ദൈവം ഒരു പാഠം പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന പോലെ അല്ലെ, ദൈവത്തിന് നമ്മളെ പാഠം പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും അല്ലെ. അതിനെപ്പറ്റി പറഞ്ഞു. ഇപ്പൊ താഴേക്ക് വായിക്കൊണ്ട് നമുക്കറിയാൻ പറ്റും, അദ്ദേഹം 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും ദൈവം തന്നെ ബുദ്ധി തിരിച്ചു കൊടുക്കുന്നു അല്ലെ. അദ്ദേഹം തന്റെ സ്വന്തം ബുദ്ധിയിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ ദൈവത്തെ അദ്ദേഹം വാഴ്ത്തുന്നു അല്ലെ. അതിനുശേഷം ദൈവം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ നെബൂഖദ്നേസറിന്റെ രാജ്യം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നു. വെറുതെ തിരിച്ചു കൊടുക്കുക ചെയ്തത്, തന്റെ മഹിമ കുറേയും കൂടെ കൂട്ടിയിട്ട് അല്ലെ, തന്റെ മഹത്വം എന്താ പറയാ കുറേയും കൂടെ ഫേമസ് ആക്കിക്കൊണ്ട്, കുറേയും കൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ദൈവം നെബൂഖദ്നേസറിനെ കുറെ കൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയ രാജ്യത്വം അദ്ദേഹത്തെ തിരിച്ചു കൊടുക്കുന്നു. അതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രം. മനുഷ്യൻ എങ്ങനെ ആണ് എന്നുള്ള കാര്യം അല്ലെ, ദൈവമില്ലെങ്കിൽ മനുഷ്യന്റെ കാര്യം എന്തായിത്തീരും എന്നുള്ള കാര്യവും ദൈവത്തിന്റെ ഒരിക്കൽ പോലും കെട്ടുപോകാത്ത സ്നേഹവും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് അല്ലെ. നമ്മൾ അഹങ്കാരം വെച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. യേശുക്രിസ്തു നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ള കാര്യം നമ്മൾ തന്നെ മനസ്സിലാക്കുക. അതനുസരിച്ച് ജീവിക്കുക. യേശുവിന്റെ ചിറകിൻ കീഴിൽ നിന്ന് ഒരിക്കൽ പോലും വിട്ടു പോകാൻ താല്പര്യപ്പെടാതിരിക്കുക. അവന്റെ ചിറകിൻ കീഴിലാട്ടെ നമ്മുടെ ജീവിതം, അവന്റെ കൂടെ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം, അവരിലാണ് നമ്മുടെ അനുഗ്രഹം മൊത്തം. അത് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് നമ്മൾ പോവുക. നെബൂഖദ്നേസർ രാജാവിന്റെ ജീവിതം നമുക്കുള്ള ഒരു പാഠമായിരിക്കട്ടെ അല്ലെ. അദ്ദേഹത്തെ ദൈവം അതിലേക്ക് തന്നെ കൊണ്ടുവരിക തന്നെ ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെ ദൈവം നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ താഴ്ത്താതിരിക്കട്ടെ അല്ലെ. എന്നും ദൈവത്തിന്റെ കീഴിലായിരിക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അഹങ്കാരം കൊണ്ട് നമ്മൾ നശിച്ചു പോകത്തില്ല. അഹങ്കാരം കൊണ്ട് ഒരു നേട്ടവും നമുക്കില്ലെന്നും ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി നമ്മളെ തന്നെ താഴ്ത്താം അല്ലെ. നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ കൈകളുടെ കീഴിലാക്കി വെക്കാൻ നമ്മൾ. അതാണ് എനിക്കിത് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു കർത്താവേ.
നന്ദി താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങനെ പോലൊരു ദൈവമില്ല. അങ്ങയുടെ സ്നേഹം പോലെ ഒരു സ്നേഹവുമില്ല. ഞങ്ങളെ തേടിയെത്തുന്ന സ്നേഹമാണ് കർത്താവേ. ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹമാണ് കർത്താവേ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഞങ്ങളെ തന്നെ താഴ്ത്താൻ വേണ്ടി കർത്താവേ, അങ്ങ് മാത്രമാണ് ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ യജമാനൻ അങ്ങാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. എന്നെ കേട്ട നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം.